കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കരിമീൻ സാധാരണ എല്ലാവരും കരിമീൻ ഒന്നല്ലെങ്കിൽ പൊള്ളിക്കോ വറക്കോ അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. നമുക്കിന്ന് കരിമീൻ വാങ്ങിയിട്ട് നല്ല തനതായ രീതിയിൽ പാലൊഴിച്ച് നമുക്ക് നല്ലൊരു കറി വയ്ക്കാം. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വറക്കാൻ മാത്രമല്ല കേട്ടോ കരിമീൻ പറ്റുന്നത്. നല്ല വലിയ കരിമീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് നല്ല കറി വയ്ക്കാം. പ്രത്യേകിച്ച് നമ്മൾ കരിമീൻ വാങ്ങുമ്പോൾ നമുക്ക് പുഴയിലുള്ള കായൽ കരിമീനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. വളർത്ത് കരിമീനല്ല വേണ്ടത്, കായൽ കരിമീൻ. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മൾ കറി വെച്ചാലാണ് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാൽ നല്ല കരിമീൻ്റെ ഇതിൽ ഒരു കരിമീനൊക്കെ ഏകദേശം ഇത്രയും നല്ല വലിയ കരിമീനാണ്. അപ്പോൾ നമുക്കിതിനൊരു 3 കഷ്ണമൊക്കെ ആക്കാം കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വറക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് ഏകദേശം 2 കിലോത്തോളം കരിമീനുണ്ട്. ഒരു 7 കരിമീനാണ് നമുക്കിത് ഉള്ളത്. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് നമുക്കിതിന്ന് കറി വയ്ക്കാം. അപ്പോൾ ഇത് നല്ല എന്നിട്ട് പറയുമോ കായൽ കരിമീനായതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടാവും. വാങ്ങിയിട്ട് വയ്ക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും. അപ്പോൾ നമുക്കിത് വയ്ക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് നമ്മുടെ കരിമീനെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു 2-3 ഇടത്ത് നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ട് മാറ്റി അരിഞ്ഞ് ക്ലീനാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ ഞാനത് ക്ലീനാക്കി ഏകദേശം ഞാൻ 2 കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം അതൊരു 350 ഗ്രാം വെച്ചിട്ടുള്ള 2 കരിമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 4 കഷ്ണം വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഏകദേശം കാണുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കരിമീനായതുകൊണ്ടാണ് നമ്മളിതിനെ 4 ആക്കിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 കഷ്ണം ആക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിടാം. ഒരു 1.5 സ്പൂണോളം ഉപ്പാണ് ഞാൻ ഇടുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ അത്യാവശ്യത്തിന് നമ്മൾ ചേർക്കുന്നുണ്ട്. കരിമീനിൽ നമുക്ക് ഉപ്പും പുളിയും എരിവും ഒരേ അനുപാതത്തിൽ വന്നാലാണ് അതിന് രുചി ഉണ്ടാവുള്ളൂ. പുളി കുറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഉപ്പ് കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ മുളകിൻ്റെ അളവും നമുക്ക് ആവശ്യത്തിന് വേണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടി അങ്ങനെ ഓവറായിട്ട് ഇട്ടിട്ട് അതിൻ്റെ കളറ് നമുക്ക് മാറ്റാൻ പാടില്ല. എപ്പോഴും ഏകദേശം ഒരു ഗോൾഡൻ മഞ്ഞ കളറിലായിരിക്കും നമ്മുടെ കരിമീൻ കറി വേണ്ടത്. അതായത് ഓറഞ്ച് കളറിലേക്ക് ആവാൻ പാടില്ല. അതിന് നമ്മൾ പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂണോളം മുളക് പൊടി, കാശ്മീരി അല്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. കാശ്മീരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ്റെ കളറ് തന്നെ കറി വ്യത്യാസമാവും. ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ വേണം. എന്നാലാണ് കരിമീൻ കറി വാങ്ങിയിട്ട് വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടാ. കൂടാൻ പാടില്ല, 1.5 സ്പൂൺ തന്നെ മതി ഇട്ടാ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള. ഞാൻ 1/2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അധികം ഇടണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയുന്നത് ഭയങ്കര നൈസായിട്ട് നമ്മൾ അരിഞ്ഞത് ഇതിലേക്ക് ഇതേ ലെവലിൽ നമുക്ക് അരിഞ്ഞത് ഇട്ടാൽ മതി. ഒരു സവോളയൊക്കെ ആകുമ്പോൾ അത് ഓവറായിട്ട് മാറും. ചെറിയൊരു സവോളയുടെ പകുതി നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഒരു 5 പച്ചമുളക്. നമ്മൾ അരിയുന്നതിൽ തന്നെ വ്യത്യാസമുണ്ട് കണ്ട. നമ്മൾ ഇഞ്ചിയൊക്കെ നമ്മളിങ്ങനെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് മാങ്ങയിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പം മാങ്ങ ഇടുമ്പോൾ മാങ്ങ അരിയുന്നതിൽ വരെ മീൻ കറി വെക്കുമ്പോൾ മാങ്ങ അരിയുന്നതിന് വരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളെപ്പോഴും സ്ക്വയറായിട്ടൊന്നും അരിയാൻ പാടില്ല. ഈ ഒരു ലെവലിലാണ് നമുക്ക് അരിയേണ്ടത്. നമ്മൾ മാങ്ങ പൂളിയ ശേഷം ഇതിനൊന്നല്ലെങ്കിൽ 4 നീളത്തിൽ 4 കഷ്ണം 3 കഷ്ണം ആക്കിയിട്ട് നമ്മൾ ഇടാൻ പാടുള്ളൂ. കണ്ട ഈ ഒരു കഷ്ണത്തിൻ്റെ ആ ഒരു ഇത് നീളത്തിൽ അതിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഒരിക്കലും ചെമ്മീൻ വെക്കണ പോലെ ആയിരിക്കില്ല നമ്മൾ മീൻ കറിയിൽ വെക്കുമ്പോൾ മാങ്ങയിടേണ്ടത്. അപ്പോൾ ഈ മാങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇടാം. നിങ്ങളുടെ പുളി ആവശ്യാനുസരണം ആയിരിക്കണം കേട്ടോ നമുക്ക് വേണ്ടത്. ഞാൻ ഇതിലേക്ക് 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പുളിയൊക്കെ കുറവ് ആവശ്യമുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ 2 മാങ്ങയും 3 മാങ്ങയും നമുക്ക് ഉപയോഗിക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നല്ല പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമുക്കിതിലേക്ക് ഒഴിക്കണം.
ഇരുന്ന ശേഷം നന്നായിട്ട് നമുക്ക് നിങ്ങൾക്ക് കൈ കൊണ്ട് തിരുമാൻ പറ്റിയെങ്കിൽ കൈ കൊണ്ട് തിരുമാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീനായതുകൊണ്ട് കൈമയൊക്കെ കുത്തി തറയ്ക്കുന്നതുകൊണ്ട് നമ്മൾ 7 ടേബിൾ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് നമുക്ക് മിക്സാക്കി വെക്കാം. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കരിമീൻ കറി വെക്കുമ്പോൾ പുളി ഇല്ലെങ്കിൽ ഉപ്പും ലെവലായില്ലെങ്കിൽ കറിക്കിടെ സ്വാദ് തന്നെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുളി എരിവൊക്കെ ഒരേ ലെവലായിരിക്കണം. നമുക്ക് പുളി കൂടിക്കഴിഞ്ഞാൽ ഉപ്പിട്ട് നമുക്ക് പുളീനെ ക്രമീകരിക്കാം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പുളി ഇട്ടിട്ട് നമുക്ക് ക്രമീകരിക്കാം. അതേപോലെ എരിവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കതിൻ്റെ എരിവിനെ ക്രമീകരിക്കാൻ പറ്റും. വേറെ ഒന്ന് എന്നുള്ളത്, നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരളവിന് നമുക്ക് വേണ്ടത് ഒരു വലിയ നാളികേരമാണ് വേണ്ടത്. ചെറിയ നാളികേരാണെങ്കിൽ നമുക്കൊരു 1.5 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെറിയ നാളികേരായതുകൊണ്ട് 1.5 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിരുമ്മി, ഇത് ചട്ടി ഇത്തിരിയും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി സൗകര്യമാണ് കേട്ടോ നമുക്ക് കറി വയ്ക്കാൻ. കാരണം വെച്ചാൽ മീനൊന്നും പൊടിയാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ പാല് ഫസ്റ്റും സെക്കൻഡുമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് പൊടിച്ചെന്ന് തേങ്ങാപ്പാൽ ഒഴിക്കില്ല കേട്ടോ. ഒരു അരമണിക്കൂറോളം ഞാനിതിനെ പുരട്ടി ഇങ്ങനെ വെക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ടിരിക്കുന്ന മാങ്ങ മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ കരിമീനിൽ മാങ്ങ ഉടയാൻ പാടില്ല. അപ്പോൾ നമുക്ക് മാങ്ങ ഉടഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും, നിങ്ങൾ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. ഒട്ടും ഉടയാണ്ട് നമുക്ക് കിട്ടും. ഉടയാത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ തരം മാങ്ങകൾ, ഉടയാത്ത മാങ്ങകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റിനകം നമുക്ക് വെക്കാവുന്നതാണ്. അതേസമയം മൂവാണ്ടൻ മാങ്ങയാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരിക്കലും ചെനച്ച മാങ്ങ ഇടാൻ പാടില്ല. നല്ല പച്ച കളറിലുള്ള മാങ്ങ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതും ഒരു അരമണിക്കൂർ മിനിമം നമ്മളിതിൽ ഉപ്പും മുളകൊക്കെ പുരട്ടി ഇരിക്കണം. എന്നാലാണ് നമ്മുടെ മാങ്ങയൊന്നും ഉടയാണ്ട് നല്ല ഭംഗിയിലും, കറി വയ്ക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണമല്ലോ നമുക്ക്. അപ്പോൾ ആ ഭംഗിയും കൂടി വേണം, സ്വാദും വേണം. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ലെവലായാലാണ് നമുക്ക് രുചികരമായ, കാണാൻ നല്ല അഴകായിട്ടുള്ളൊരു കരിമീൻ കറി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പം ഞാൻ 1.5 തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1ഉം 2ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 3ാമത്തെ ഒരു പാൽ കൂടി എടുത്ത് വയ്ക്കും. എന്തിനാണെന്നറിയാം, നമുക്ക് പാൽ കുറയുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 3ാം പാലും കൂടി മാറ്റി വയ്ക്കണം. നമുക്ക് വെള്ളത്തിൻ്റെ കുറവ്, ചാറിൻ്റെ കുറവ്, പുളിയൊക്കെ അല്പം കൂടുതൽ കുറവൊക്കെ വരാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും മീൻകറിയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാനിതൊരു വീട്ടിലേക്ക് നമുക്ക് ഉള്ളൊരു കറി മാത്രമാണ് വെക്കുന്നത്. ഇതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കൂട്ടി ഉപയോഗിക്കാം. മിനിമം ഇതിലേക്ക് 4 മാങ്ങ തന്നെ ഇട്ടായാലാണ് ആ കറിയുടെ സ്വാദ് ശരിയാവുള്ളൂ. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അല്പം കൂടി ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഫീൽ ചെയ്യും, ഏതാണ് കുറവ് ഏതാണ് കൂടുതൽ എന്നറിയാൻ. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് സെക്കൻഡ് പാൽ നമുക്ക് ഒഴിക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പാലിൽ നിന്ന് ഒരു കുറച്ചും കൂടി പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഫുള്ള് നമുക്ക് ഫസ്റ്റ് പാലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട, പകുതിയോളം പാൽ ഇതിൽ ഈ സമയത്ത് നമുക്ക് ഒഴിക്കാം. അവിടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് പതുക്കെ സിമ്മാക്കി ഇടണം. ഒരു 10 മിനിറ്റ് സിമ്മെങ്കിലും കിടന്നാലാണ് മീൻകറി തിളച്ച് അതിലേക്ക് ഉപ്പും എരിവും പൊളിച്ച് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് കുറുതായി വരുള്ളൂ. നമുക്ക് ചിലവർ പറയും മീൻകറി വയ്ക്കുമ്പോൾ എത്ര തൻപാൽ ഒഴിച്ചാലും പിരിയണ് എന്ന് പറയും. അത് നമ്മൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാണ്ട് നമ്മൾക്ക് ഇളക്കല്ല, നമ്മൾ ചുറ്റിച്ച് കൊടുക്കാമെന്ന് പറയില്ല. ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ തേങ്ങാപ്പാൽ ഒരിക്കലും പിരിയാണ്ട് കിട്ടും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കരിമീൻ കറി നമുക്ക് മാങ്ങിയിട്ട് വെച്ചത് കിട്ടും. അപ്പോൾ നമുക്കിത് സ്റ്റൗ കത്തിച്ച് നമുക്ക് വയ്ക്കാം. തൻപാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
സമയത്ത് നമ്മുടെ പുളി ഉപ്പൊക്കെ നോക്കുക. ഇതിൽ ഒരല്പം ഉപ്പിൻ്റെയും കൂടി ആവശ്യമുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കാം. ഉപ്പാണ് ആ കറിയുടെ രുചി നിർണ്ണയിക്കുന്നതിൻ്റെ മെയിൻ ഇത്. ഉപ്പും പുളിയും എരിവും ഇത് 3 ലെവലായി കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ കറി സൂപ്പറായിരിക്കും. അത് ഏത് കറിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറികളിൽ പ്രത്യേകിച്ച് ഉപ്പും പുളിയും ലെവലായി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പുളിയാണ് കൂടി കഴിഞ്ഞാൽ അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കതിനെ ക്രമീകരിക്കാവുന്നതാണ്. തൻപാലൊഴിച്ച് മീനൊന്ന് തിളച്ചിട്ടുണ്ട്. കാരണം തിളയ്ക്കാൻ നിൽക്കണം കേട്ടോ. തിളയ്ക്കാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി അധികം ദിവസം ഇരിക്കൊന്നുമില്ല. അപ്പം നമുക്കൊരു പിറ്റേ ദിവസമൊക്കെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻപാലൊന്ന് തിളച്ച് ഒന്ന് ലെവലാവണം. ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി നമുക്ക് ചെറുള്ളി നന്നായിട്ട് താളിച്ചൊഴിക്കാം. എൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് വല്ല മുളക് പൊടി ചേർത്ത് നമുക്കിതിനെ താളിച്ചൊഴിക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇതേ താളിച്ചൊഴിച്ച് വെച്ചു. അപ്പം നമ്മുടെ കരിമീൻ മാങ്ങിയിട്ട പാൽ പിഴിഞ്ഞ കറി ഇതേ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രുചി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കരിമീൻ കറി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കരിമീൻ വറുക്കാൻ മാത്രമല്ല കേട്ടോ, പൊള്ളിക്കാനും മാത്രമല്ല, നമുക്കിതുപോലെ മാങ്ങിയിട്ട് പാൽ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി മീൻ കറി നമുക്ക് കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് കായൽ കരിമീനാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.